പാലക്കാട്ട് CPIMന്റെ വിമത കൺവെൻഷനിൽ KTDCയുടെ മുൻ ചെയർമാൻ PK ശശി ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? PK ശശി അല്പസമയം മുൻപാണ് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പാലക്കാട്ടെ ചന്ദ്രനഗറിലെ പാർവതി കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിയത്. അതിനു മുൻപ് തന്നെ നിരവധി പ്രവർത്തകർ ആ കൺവെൻഷന് എത്തിച്ചേർന്നിരുന്നു. PK ശശി എത്തിയതോടുകൂടി ഏതാണ്ട് ഒരു 10 മണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞ കൺവെൻഷൻ 10:30 PK ശശി അവിടേക്ക് എത്തിച്ചേരുന്നത്. എന്തായാലും PK ശശി ഇവിടേക്ക് എത്തിച്ചേരുന്ന സമയത്ത് വലിയ മുദ്രാവാക്യം വിളികൾ. കാരണം കൊഴിഞ്ഞാമ്പാറയിലെ വിമതർ, ഒറ്റപ്പാലത്തെ കുറച്ച് വിമതർ, മണ്ണാർക്കാട് മേഖലയിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുറച്ച് വിമതർ, അങ്ങനെ വളരെ ചുരുക്കം ചില ആളുകൾ മാത്രം, അല്ലെങ്കിൽ ഒരു വിഭജിച്ചു നിന്ന ഒരു കൂട്ടായ്മയായിരുന്നു. അത് ആണ് PK ശശി എത്തിയതോടുകൂടി അതിനൊരു കേന്ദ്രീകൃത രൂപം ഉണ്ടായിരിക്കുന്നത്, ഏകോപിത രൂപം ഉണ്ടായിരിക്കുന്നത്. അതിനാണ് അവർ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫെഡറേഷൻ, ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് കൂട്ടായ്മ എന്ന ഒരു പേര് അവർ ഇട്ടിരിക്കുന്നത്. അതിനാണ് ചുവന്ന കൊടി വെള്ള നക്ഷത്രം, അതാണ് ആ കോർഡിനേഷൻ്റെ പേര്. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ കൊഴിഞ്ഞാമ്പാറയിലെ വിമത നേതാവ് സതീഷ് അതിൻ്റെ കൺവീനറും കോർഡിനേറ്ററും PK ശശി അതിൻ്റെ കൺവീനറും ആകുമെന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ ചുരുക്കം ചില ആളുകൾ മാത്രം ഈ കൺവെൻഷനിൽ പ്രസംഗിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. PK ശശി എന്തായാലും സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ചില ആളുകൾക്കെതിരെ, നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അല്പസമയം മുൻപ് നമ്മൾ PK ശശിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം ഞാൻ അവിടേക്ക് എത്തിച്ചേരും, പ്രസംഗത്തിലെല്ലാം പറയും എന്നാണ് പറയുന്നത്. ആരൊക്കെ പങ്കെടുക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് എനിക്കറിയില്ല. എന്നെ ഈ പ്രസംഗം ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനാണ് വിളിച്ചിരിക്കുന്നത്. ആ കൺവെൻഷൻ ഞാൻ ഉദ്ഘാടനം ചെയ്യും എന്ന് PK ശശി അല്പസമയം മുൻപ് നമ്മളോട് പറഞ്ഞിരുന്നു. എന്തായാലും PK ശശി പാലക്കാട് നഗരത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മണ്ണാർക്കാട് രാവിലെ മാധ്യമപ്രവർത്തകരെല്ലാം മണ്ണാർക്കാട്ടേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം എടുക്കാൻ വേണ്ടി മണ്ണാർക്കാട്ടേക്ക് പോയിരുന്നു. പക്ഷേ PK ശശി കൃത്യമായ രീതിയിൽ ആ സമയത്തൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല. അദ്ദേഹം പാലക്കാട് തന്നെ തുടരുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച PK ശശി ഒരു വിമത കൂട്ടായ്മ രൂപീകരിക്കും, അല്ലെങ്കിൽ വിമത പക്ഷത്തേക്ക് പോകുന്നു, ഒറ്റപ്പാലം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുന്നുവെന്ന് പാർട്ടി നേതൃത്വം മുൻപ് തന്നെ പ്രതീക്ഷിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ചില ആളുകളെ, ഈ വരാൻ നിൽക്കുന്ന ചില ആളുകളെ മുടക്കാൻ ഉള്ള, അവരെ ഒഴിവാക്കാൻ, പ്രതിരോധിക്കാനുള്ള നീക്കമൊക്കെ നടത്തിയിരുന്നു. SFIയുടെ വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.